ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 റിലീസായ ബ്ലഡ് ഹോൺസ് എന്ന ഒരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് വുജിൻ്റെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയാണ്. യുൻജു ചോയുടെ ചിരിക്കുന്ന മുഖമോർത്ത് കരയുന്നുണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് നമുക്ക് റോമിലേക്ക് ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞത് അവൾ ആ സമയം ഓർക്കുന്നു. ബ്ലഡ് കൊടുത്ത് പുറത്തു വന്ന കിം യുൻജുവിനെ കാണുന്നുണ്ടാവില്ല. അവിടെയുള്ള ആളുകളോട് ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നേരം മുമ്പ് പുറത്തോട്ട് പോയിരുന്നെന്ന് പറയും. കിം അവിടെ മുഴുവൻ അവളെ അന്വേഷിക്കാൻ തുടങ്ങും. അവൾ പുറത്തു നിൽക്കുന്നുണ്ടാവും. കിം അവളെ കോൾ ചെയ്യുമ്പോഴും അത് അവൾ എടുക്കുന്നുണ്ടാവില്ല. ശേഷം ഡോക്ടർ കിമ്മിനോട് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, പക്ഷേ അപകടനില തരണം ചെയ്തു എന്ന് പറയാനാവില്ല. കിം ഒന്നും ചെയ്യാനാവാതെ കരയുകയാണ്. കഴിഞ്ഞ ദിവസം വരെ സന്തോഷത്തിലായ ആളുകൾ ആ ദിവസങ്ങൾ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറി മറിഞ്ഞല്ലോ എന്നാലോചിച്ച് വിഷമിക്കുകയാണ് അവൻ. അങ്ങനെ മാസങ്ങൾക്ക് ശേഷമുള്ള സംഭവമാണ് കാണിക്കുന്നത്. ഒരു ടൗണിൽ ഒരു ചെറിയ വീട്. അവിടെ നേരം വെളുക്കുന്നതേ ഉണ്ടാവൂ. അലാറം അടിക്കുമ്പോൾ കിം എഴുന്നേറ്റ് ഉജിനെയും വിളിക്കും. അവരവിടെ ജോഗിങ്ങിന് ഇറങ്ങും. എന്നിട്ട് ഇരുവരും വർക്കൗട്ട് ചെയ്യും. അവിടെ ചോയുടെ ഡ്രൈവറായ പാർക്കും അവരുടെ കൂടെ ഉണ്ടാകും. അവർ കഠിനമായ പരിശീലനത്തിലായിരിക്കും. അവരുടെ ലക്ഷ്യം എന്തെന്നാൽ ഗില്ലിനെ തകർക്കുക എന്നതാണ്. ചോയ്ക്ക് വേണ്ടി, ഡുയോങ്ങിന് വേണ്ടി, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി, യാങ്ങിന് വേണ്ടി. പാർക്ക് അവരുടെ ട്രെയിനിങ് ഒക്കെ കാണുന്നുണ്ട്. അയാൾ നിങ്ങളുടെ തീരുമാനം നിങ്ങൾ തിരുത്തണം, നിങ്ങൾ വീണ്ടും ഒരു അപകടത്തിലേക്ക് പോകരുത്. പക്ഷേ അവർ രണ്ടുപേരും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ പേടിക്കണ്ട എന്നും ആ നല്ല മനുഷ്യന് വേണ്ടി ഞങ്ങൾ ഇതുപോലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയും. ഇത്രയും ദിവസം ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. പാർക്ക് പിന്നെയൊന്നും പറഞ്ഞില്ല. ശേഷം അയാൾ ചോയുടെ കല്ലറയിൽ പൂക്കൾ കൊണ്ടുപോയി വെക്കുന്നു. അവിടെയുള്ള ഒരു കത്തിരിക്കുന്നത് കണ്ട പാർക്ക് അത് വായിക്കും. അത് യുൻജുവിൻ്റെ കത്താണ്. അതിൽ താൻ ഇപ്പോൾ റോമിലാണെന്നും ചോയ് തൻ്റെ പേരിൽ ബാങ്കിൽ വലിയൊരു എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നും ആ പണം കൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു വീട് വാങ്ങി. അതുകൊണ്ട് ഇനി ഇവിടേക്ക് തിരിച്ചു വരാൻ എനിക്കാവില്ല. കാരണം ചോയ് ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്കവിടെ ആവില്ല. സമാധാനത്തോടെ ജീവിച്ചിരുന്ന ചോയിയെ ഇതിലേക്ക് വലിച്ചിട്ടത് ഞാനാണ്. എനിക്കൊരിക്കലും ആ സങ്കടത്തിൽ നിന്ന് പുറത്തു വരാനാവില്ല. ശേഷം പാർക്ക് കിമ്മിനും വുജിനും ഒരു പെട്ടി കൊടുക്കും. അതിൽ നിറച്ച് പണമായിരിക്കും. പാർക്ക്, ഇത് ചോയുടെ എമർജൻസി ഫണ്ടിലുള്ള തുകയാണ്. ഇതല്ലാതെ തരാൻ വേറെ ഒന്നുമില്ല. നിങ്ങളെ കൂടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ആ നാട്ടിലേക്ക് തിരിച്ചു പോകരുതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ചോയ് നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും നിങ്ങളുടെ തീരുമാനം മാറ്റണ്ട. സിയോളിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റും കാറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നാളെ തന്നെ പുറപ്പെട്ടോളൂ. അങ്ങനെ പാർക്ക് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റിലേക്ക് അവരെത്തും. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ അവർക്ക് മുറി കാണിച്ചു കൊടുക്കും. ഇനി മുമ്പോട്ട് എങ്ങനെ നീങ്ങണമെന്ന് അവർ ആലോചിക്കുന്നു. ഗില്ലിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അവരുടെ കയ്യിലില്ല. അതറിയാനായി വുജിൻ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പലിശക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഗിൽ ചെറിയ ചെറിയ പലിശക്കാരെയെല്ലാം ഒതുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. വുജിൻ, നമുക്കിവരെ വെച്ച് എല്ലാവരെയും കൂട്ടി ഗില്ലിനെതിരെ പോരാടാം എന്ന് പറയുമ്പോൾ അവൻ, എൻ്റെ സ്വത്തുക്കൾ, പദവി എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ബാക്കിയുള്ളത് ജീവൻ മാത്രമാണ്. ഗില്ലിനെ എതിർക്കാൻ ഇനി ആരും വരില്ല. അങ്ങനെ ആ പ്രതീക്ഷ പോയതോടെ ഇനി എന്ത് എന്നാണ് അവരുടെ ചിന്ത. അപ്പോഴാണ് ബിസിനസ്മാനായ ഹാങ്ങിനെ കുറിച്ച് ഓർത്തത്. അന്ന് ഗിൽ നഗ്ന വീഡിയോ എടുത്തത് ഹാങ്ങിൻ്റെ ആയിരിക്കും. അയാളുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും. ആ സമയം ഹാങ് ഗില്ലിൻ്റെ മുമ്പിലായിരിക്കും. ഇപ്പോഴും അവനെ ഊറ്റിപ്പിഴിയായിരിക്കും ഗില്ല്. ഹോട്ടലിൻ്റെ ആകപ്പാടെയുള്ള ഷെയർ എഴുതി കൊടുത്തില്ലെന്ന് പറഞ്ഞ് കാങ് അവനെ അടിക്കാൻ തുടങ്ങും. മുകളിൽ നിന്ന് താഴേക്കിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഗിൽ അവന് ഒരാഴ്ചത്തെ സമയം കൊടുത്ത് പറഞ്ഞു വിടുന്നു. തിരികെ കാറിലെത്തിയ ഹാങ് വുജിൻ അയച്ച മെസ്സേജ് കാണുന്നു. അതിൽ ഗില്ലിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ എന്നായിരിക്കും അതിൽ. അങ്ങനെ ഹാങ്ങും അവൻ്റെ ബ്രദറും കൂടെ ബാറിൽ വെച്ച് കിമ്മിനെയും വുജിനെയും കാണുന്നു. ഹാങ് വല്ലാത്ത വിഷമത്തിലാണ്. തൻ്റെ ആകെയുള്ള ഹോട്ടലിലെ ഷെയർ കൂടെ വേണമെന്നാണ് ഗില്ല് പറയുന്നത്. പക്ഷേ തൻ്റെ നഗ്നചിത്രം അവൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാനാവുന്നില്ല. കിമ്മും വുജിനും അവരുടെ കഥകൾ അവനോട് പറയുന്നു. ഗില്ലിനെ തകർക്കാനുള്ള എന്ത് സഹായവും ചെയ്യാമെന്ന് ഹാങ്ങും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായം ഉണ്ടാകുമെന്നും അവൻ്റെ ബ്രദറും പറയുന്നു. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണല്ലോ. അന്ന് അവർ ഹാങ്ങിൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അന്ന് വൈകുന്നേരം കിമ്മും വുജിനും ഹാങ്ങിൻ്റെ ഓഫീസിലെത്തി. അവിടെ ഒരു രഹസ്യ മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ വേറെയും ആളുകളുണ്ടാവും. ഒന്ന് ഒരു ഡിറ്റക്റ്റീവും ഒന്ന് സൈബർ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിലെ ഹാക്കറും. ഗിൽ ഇതുപോലെ ഒരുപാട് പേരുടെ നഗ്ന വീഡിയോസ് എല്ലാം ഒരു ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ച് അവൻ്റെ റൂമിലെ ലോക്കറിൽ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അത് ജർമ്മൻ ടെക്നോളജിയാണ്.
ആര് തുറക്കാൻ ശ്രമിച്ചാലും ആ ലോക്കറിന് തീ പിടിക്കും. കൂടാതെ ഗില്ലിൻ്റെ മൊബൈൽ വഴിയും ആ ലോക്കർ നിയന്ത്രിക്കാം. അവൻ്റെ വീട്ടിൽ ചെന്ന് ആ ലോക്കർ തുറക്കുക എന്നത് ടാസ്ക്കാണ്. അതുകൊണ്ട് വേറെ പ്ലാൻ എന്തെന്നാൽ അവൻ്റെ മൊബൈൽ ഹാക്ക് ചെയ്ത് ആ ലോക്കർ സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് എളുപ്പവഴി. ഹാക്കർ അവരോട് പറയും, അവൻ്റെ ഫോൺ ഹാക്ക് ചെയ്യാൻ അവൻ്റെ ഫോൺ ഇവിടുത്തെ വൈഫൈയുമായി കണക്ട് ചെയ്യിപ്പിച്ചാൽ അതുവഴി എനിക്ക് ആ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു വഴിയുണ്ട്. ഹാങ്ങിൻ്റെ ഷെയർ എഴുതി വാങ്ങിക്കാൻ ഗില്ലിനോട് ഈ ഓഫീസിലേക്ക് വരാനായി പറയുക. അഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഗില്ലിനോട് തൻ്റെ നഗ്നചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യാനായി പറയുക. ഗില്ലിൻ്റെ ഫോണിലാണ് ആ വീഡിയോ ഉള്ളതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. ഗിൽ അത് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഹാങ് ആ ഫോണൊന്ന് വാങ്ങും. ആ സമയം അവൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവിടുള്ള വൈഫൈയിൽ അവൻ്റെ ഫോൺ കണക്ട് ചെയ്യണം. നല്ലൊരു പ്ലാനാണേലും അത്യാവശ്യം റിസ്ക് ഉണ്ട്. എങ്കിലും മറ്റു മാർഗങ്ങളൊന്നും അവരുടെ മുമ്പിലില്ല. അയാളുടെ ക്ലൗഡ് സ്റ്റോറേജിനുള്ളിൽ എന്തായാലും അയാളുടെ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ രേഖകളും ഉണ്ടാവും. ഹാങ്ങിന് നല്ല ടെൻഷനുണ്ട്. പ്ലാൻ ഏതേലും രീതിക്ക് പാളിയാൽ ആരെയും അവൻ വെറുതെ വിടില്ല. അവൻ്റെ ബ്രദർ, എനിക്കും നല്ല ടെൻഷനുണ്ട്. പിന്നെ ഞാനിതെല്ലാം ചെയ്യുന്നത് അൺഒഫീഷ്യലായിട്ടാണ്. ശേഷം ഗില്ലിനൊപ്പമുള്ള മീറ്റിംഗ് നടക്കുന്നിടത്ത് ഒരു CCTV ഫിറ്റ് ചെയ്യുകയും മാറി വേറൊരു റൂമിൽ ആളുടെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ശേഷം ഗിൽ തൻ്റെ അഡ്വക്കേറ്റുമായി ഹാങ്ങിൻ്റെ ഓഫീസിലെത്തും. ഹാങ്ങും അവൻ്റെ ലോയറും മീറ്റിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ടാവും. ബാക്കിയുള്ളവർ കൺട്രോൾ റൂമിൽ ഇരുന്ന് നിരീക്ഷിക്കുകയായിരിക്കും. സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഗിൽ അകത്തേക്ക് കയറി. സൈൻ ചെയ്യുന്നതിന് മുമ്പ് തനിക്ക് ഗില്ലിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് 2 ലോയർമാരെയും പുറത്തേക്ക് അയക്കുന്നു. ഹാങ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയും. ആ വീഡിയോ തൻ്റെ വീട്ടിലാണെന്നും തിരിച്ചെത്തിയാൽ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യാമെന്നും പറയും. പക്ഷേ ഹാങ്ങിന് ഫോൺ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ ഗിൽ സമ്മതിക്കുന്നില്ല. ഹാങ്, ഇത്രയും കാലം ഈ വീഡിയോ വെച്ച് നീ എന്നെ ബുദ്ധിമുട്ടിച്ചു. ഞാൻ ഈ കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ബന്ധു ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡാണ്. ഞാൻ ഒന്ന് കോൾ ചെയ്താൽ മതി, നിൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്ത് നശിപ്പിച്ച് കളയും. പക്ഷേ ഇതങ്ങനെ അങ്ങ് തീർന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ സഹിക്കുന്നത്. ഇത് കേട്ട ഗിൽ ഒന്ന് പതറും. അവൻ മൊബൈൽ ചെക്ക് ചെയ്യാനായി കൊടുക്കും. പെട്ടെന്ന് തന്നെ അവിടുത്തെ വൈഫൈയുമായി ആ ഫോൺ കണക്ട് ചെയ്യുന്നു. അതോടെ ഹാക്കറിന് ഗില്ലിൻ്റെ ഫോണിൻ്റെ ആക്സസ് കിട്ടുന്നു. നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡ് ആക്ടിവേറ്റ് ആക്കുന്നതോടെ വീട്ടിലുള്ള ഗില്ലിൻ്റെ ലോക്കറിൽ നിന്ന് പെട്രോൾ ചീറ്റുകയും അതിനുള്ളിൽ മൊത്തം കത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. ഹാങ്ങിൻ്റെ ബ്രദർ കിമ്മിനോടും വുജിനോടും നന്ദി പറയുന്നു. ഈ ലോക്കറിനെ പറ്റി നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനി അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും തപ്പിയെടുത്ത് ഞാൻ അവനെ അകത്താക്കിക്കൊള്ളാമെന്ന് പറയും. ഹാങ്ങും അവരുടെ അടുത്ത് വന്ന് നന്ദി പറയുന്നു. ശേഷം കിം വുജിനോട് ഇവിടെയും കൊണ്ട് ഒന്നും തീർന്നില്ല. ചോയുടെ പണവും സ്വർണവും അവൻ്റെ അടുത്താണ്. അവൻ കുടുങ്ങുമെന്ന് അവന് മനസ്സിലായാൽ അവൻ അതുമായി നാടുവിടും. അത് അനുവദിക്കാൻ പറ്റില്ല. ശേഷം ഗിൽ സന്തോഷത്തോടെ തൻ്റെ വീട്ടിലെത്തുമ്പോഴായിരിക്കും ഒരു കരിഞ്ഞ മണം വരുന്നതായി അവന് മനസ്സിലാവുന്നത്. അവൻ നേരെ ബെഡ്റൂമിലേക്ക് ഓടും. എന്നിട്ട് ആ ലോക്കർ തുറന്നു നോക്കുമ്പോൾ എല്ലാം കത്തി നശിച്ച നിലയിലായിരിക്കും ഉള്ളത്. ഗില്ലിന് ഇത് കണ്ട് വല്ലാത്ത ദേഷ്യം വരും. ഗിൽ അവൻ്റെ ഒരാളെ വിളിച്ച്, എൻ്റെ ഫോൺ ഞാൻ എൻ്റെ ഡ്രൈവറിൻ്റെ അടുത്ത് കൊടുത്തു വിടാം, അതിലെല്ലാ ഡീറ്റെയിൽസും എനിക്ക് സോർട്ട് ചെയ്തു തരണമെന്ന് പറയും. ഗിൽ വിളിച്ച ആൾ അത് ഹാങ്ങിൻ്റെ ബ്രദറിൻ്റെ ഓഫീസിലുള്ള ഒരു ഇൻ്റലിജൻസ് ഓഫീസറായിരുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.